സർ, ഞങ്ങളുടെ മുൻഗണന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്. അവരുടെ ജീവിത സുരക്ഷയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ ദുരിതമകറ്റാനാണ്. സർ, ജാതിയുടെയും മതത്തിൻ്റെയും സങ്കുചിത ചിന്തകളുടെയും പക്ഷത്തല്ല, മനുഷ്യൻ്റെ പക്ഷത്താണ് സർ ഞങ്ങൾ. വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറി വന്നവരാണ് ഞങ്ങൾ. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. സർ, 1 കോടി മനുഷ്യരിലേക്ക് എത്തുന്ന സാമൂഹ്യ സുരക്ഷാ ധനസഹായങ്ങളും 5 ലക്ഷം മനുഷ്യർക്ക് കിടപ്പാടവും 1 കോടിയിലധികം പേർക്ക് സൗജന്യ ചികിത്സയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചനവും കടക്കണിയിൽ വീണവർക്ക് കിടപ്പാടം സംരക്ഷിച്ചു കൊടുക്കലും സർക്കാർ പള്ളിക്കൂടങ്ങളും സർക്കാർ ആശുപത്രികളും മികച്ചതാക്കലുമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് സർ. ആ രാഷ്ട്രീയം ഓരോ നിശ്വാസത്തിലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സർ. സർ, കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നാം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും ദുരന്തബാധിതർക്കും പ്രതിമാസ ധനസഹായം ചികിത്സാ സഹായവും നൽകിയും വാടക നൽകുന്നതിനൊപ്പം മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. സർ, കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. റോഡും ഡ്രെയിനേജുകളും പൊതുജനാരോഗ്യ കേന്ദ്രവും മാർക്കറ്റും കമ്മ്യൂണിറ്റി സെൻ്ററും ഓപ്പൺ തിയേറ്ററും അങ്കണവാടിയും മലിനജല സംസ്കരണ പ്ലാന്റും കളിസ്ഥലങ്ങളും ഉൾപ്പെട്ട ആസൂത്രിതമായ ഒരു ടൗൺഷിപ്പാണ് തയ്യാറാക്കുന്നത്. നാടൊന്നാകെ ഈ പുനർനിർമ്മാണ പദ്ധതിയിൽ സർക്കാരിനൊപ്പമുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിൽ നടത്തിയിരുന്നു. സർ, ആ വാക്ക് പാലിക്കുകയാണ്. ഫെബ്രുവരി 3-ാം വാരത്തോടെ ആദ്യ ബാച്ച് വീടുകൾ അർഹരായവർക്ക് കൈമാറുകയാണ്. സർ, ക്ഷേമവും പുനരധിവാസവും മാത്രമല്ല നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികളും യഥാർത്ഥമാക്കിയാണ് 2ാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നത്. സർ, കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദേശീയപാതയുടെ NH 66 നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് സർ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുത്ത ചെലവിൻ്റെ 25% 5580 കോടി രൂപ നൽകിയ സർക്കാരാണ് നമ്മുടേത്. UDFൻ്റെ കാലത്ത് അസാധ്യമെന്ന് വിലയിരുത്തി ഉപേക്ഷിക്കപ്പെട്ട ഈ പദ്ധതിയുടെ ഓഫീസ് പൂട്ടി ദേശീയപാത അധികൃതർ മടങ്ങിപ്പോയിരുന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ വികസന കാഴ്ചപ്പാടിൻ്റെയും ഭരണമികവിൻ്റെയും അഭിമാന പ്രതീകമാണ് ഈ ദേശീയപാത. കേരളത്തിൻ്റെ വരും തലമുറകൾ പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും അഭിമാന പുരസ്സരം നോക്കിക്കാണും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. സർ, ഭാവി കേരളത്തിൻ്റെ വികസന ചക്രവാളം തുറന്നാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. വിസ്മയകരമായ വികസനം വിഴിഞ്ഞത്തിലൂടെ കേരളത്തിലെത്തും. നാളിതുവരെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത് 611 ചരക്ക് കപ്പലുകളാണ്. വിഴിഞ്ഞത്ത് നടന്ന ചരക്ക് നീക്കമാകട്ടെ 13.14 ലക്ഷം എണ്ണം TEU കണ്ടെയ്നറുകളുടേതും. സർ, വിഴിഞ്ഞം പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 2026 ജനുവരി 24-ന് ബഹുമുഖ്യമന്ത്രി നിർവഹിച്ചു. 2024-ൽ പൂർത്തിയാക്കാൻ വിഭാവനം ചെയ്തിരുന്ന പ്രവർത്തനങ്ങളാണ് 17 വർഷം മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സർ, KSRTC ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച സർക്കാരാണിത്. പൊതുമേഖലയെ ഇറച്ചി വിലയ്ക്ക് വിട്ടുകളയണം എന്ന വലതുപക്ഷ സമീപനമല്ല ഞങ്ങളുടേത്. സർ, കേരളത്തിലെ KSRTC ജീവനക്കാർ ഇപ്പോൾ ശമ്പളം വാങ്ങുന്നത് എല്ലാ മാസവും 1-ാം തീയതിയാണ്. പ്രതിമാസം 125 കോടിയോളം രൂപയാണ് ശമ്പളവും പെൻഷൻ നൽകുന്നതിനായി സർക്കാർ KSRTCക്ക് കൃത്യമായി നൽകി വരുന്നത്. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നാളിതുവരെ KSRTCക്ക് നൽകിയത് 8525.43 കോടി രൂപയാണ്. 1-ാം പിണറായി സർക്കാർ 5002 കോടി രൂപയും ഉമ്മൻചാണ്ടി സർക്കാർ 1466.79 കോടി രൂപയുമാണ് KSRTCക്ക് നൽകിയത്. സർ, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ വ്യവസായ വളർച്ചയോട് കൂടി കാലമായിരുന്നു. സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചത് 3.92 ലക്ഷം സംരംഭങ്ങളാണ്. കേരളത്തിലേക്ക് വന്ന നിക്ഷേപമാകട്ടെ 22,000 കോടി രൂപയുടേതും ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ 7.5 ലക്ഷവുമാണ്. സർ, രാജ്യത്തെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1-ാം സ്ഥാനത്താണ് സർ. സംസ്ഥാനത്തെ IT കയറ്റുമതി 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 8,500 കോടി രൂപയിൽ നിന്നും 26,252 കോടി രൂപയായി വളർന്നു. പുതുതായി 100 ലക്ഷം ചതുരശ്ര അടി IT തൊഴിലിടം നാം സൃഷ്ടിച്ചു. സർ, സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന IT കമ്പനികളുടെ എണ്ണം 650-ൽ നിന്നും 1,160 വർദ്ധിച്ചു. സർ, വ്യവസായവും നിക്ഷേപങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിക്കുന്നതിനൊപ്പം നമ്മുടെ അടിസ്ഥാന മേഖലകളും വികസിക്കുകയാണ്. സർ, ഈ സർക്കാർ ചുമതലയേറ്റതിന് ശേഷം നെല്ലിൻ്റെ സംഭരണ വില 30 രൂപയായി ഉയർത്തി. സർ, റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപയായി ഉയർത്തി. നെല്ല് സംഭരണത്തിനായി ഈ സർക്കാർ ചെലവഴിച്ചത് 2720.15 കോടി രൂപയാണ്. സർ, ഈ സർക്കാർ നാളിതുവരെ വിപണി ഇടപെടൽ നടത്തുന്നതിനായി സപ്ലൈകോയ്ക്ക് നൽകിയത് 3435.28 കോടി രൂപയാണ്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് 5,82,908 പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു.
സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം 2,33,947 സർ, സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയത് 10 ലക്ഷം ഹെക്ടർ ഭൂമിയിലാണ്. സർ, സംസ്ഥാനത്ത് ഈ സർക്കാർ നൽകിയ പുതിയ വൈദ്യുതി കണക്ഷനുകൾ 15,51,609 സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് ഉൽപ്പാദിക്കപ്പെട്ട വൈദ്യുതി 39,302.84 മെഗാ യൂണിറ്റാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.